ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ച ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ ദീപേനെ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ദീപയുടെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കള് തന്നെയാണ്, പെൺമക്കളാണ് എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാട്ടോ. അപ്പൊ ദീപ പറയണ്ട, അതേ പ്രകാശേട്ടൻ അത് എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. അതേടി ഞാനത് തിരിച്ചറിയാൻ ഒരുപാട് താമസിച്ചു. ഈ വയസ്സാങ്കാലത്താണ് എനിക്കത് മനസ്സിലായത്. നല്ല പ്രായത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്റെ അമ്മ മാറിയപ്പോഴെങ്കിലും എനിക്ക് മാറായിരുന്നു എന്ന് പറയുമ്പോൾ സാരില്ല പ്രകാശേട്ടാ, എന്തായാലും ഇപ്പൊ ഈ വൈകിയ സമയത്താണെങ്കിലും മക്കള് അച്ഛനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കല്ലേ. അതേടി അവിടെ സ്നേഹം അനുഭവിക്കും തോറ് എനിക്ക് ജീവിക്കാനുള്ള കൊതി കൂടി വരുവാ ദീപേ എന്ന് പറയണം. പ്രകാശേട്ടന് ഒരുപാട് നാളുണ്ടാവും പ്രകാശേട്ടാ. കാർത്തിക മോളുടെ വിവാഹം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയി അവരുടെ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോഴേക്ക് നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ച് മരണത്തിന് കീഴടങ്ങാം. ദീപേ, നിനക്ക് എന്നോട് അത്രയ്ക്ക് ഇപ്പോഴും ഇഷ്ടമാണോ? പ്രകാശേട്ടന് എന്താ പറയണത്? ഞാൻ മുമ്പ് പ്രകാശേട്ടനെ ഒരുപാട് സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. ഇപ്പോഴും പ്രകാശേട്ടനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പ്രകാശേട്ടാ. പിന്നെ പ്രകാശേട്ടനെ അറിയാലോ, കല്യാണി മോളെ അവഗണിക്കുമ്പോ ഒരു ദേഷ്യമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ വിക്രവും സോണിയും തമ്മിലുള്ള പ്രശ്നമായപ്പോഴാ പ്രകാശേട്ടനെ ഒരുപാട് വേർത്തത്. പിന്നെ പ്രകാശേട്ടൻ ചന്ദ്രസേനനും എന്നെയും തമ്മിൽ ഒരുപാട് കഥകളും ഉണ്ടാക്കിയില്ലേ. അതൊക്കെ കൊണ്ടിട്ടല്ലേ ഞാൻ പ്രകാശേട്ടനെ വെറുത്തത്. അതിനു മുമ്പ് പ്രകാശേട്ടനെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യയായിരുന്നില്ല ഞാൻ. അതേടി, നിന്റെ സ്നേഹം പോലും ഞാൻ മനസ്സിലാക്കിയില്ല. പെണ്ണുങ്ങളുടെ അപ്പാട് എനിക്ക് ദേഷ്യമായിരുന്നു. ഒരു ആൺകുഞ്ഞിന് ജന്മം തരുന്ന ഒരു ജന്തു, അത് മാത്രമായിരുന്നു പെണ്ണുങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതൊക്കെ മാറി. ഈ കാലം മാറുമ്പോ മനുഷ്യരും മാറണമെന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ അനുഭവത്തിലൂടെ ഞാൻ അത് മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ കിരൺ ആണെങ്കിൽ കാർത്തികയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ലക്ഷ്മി അമ്മയടുത്തും കാർത്തികടുത്തും പറഞ്ഞിട്ട്, നിങ്ങൾ എന്തായാലും ഇന്ന് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്, ആ ബൈജു അവരെയും കൂട്ടിക്കൊണ്ട് നമുക്ക് പോകാന്ന് പറയുമ്പോ ലക്ഷ്മി അമ്മ പറയണ്ടായോ, ഞാൻ വരുന്നില്ല, എനിക്ക് ഭീഷണിയൊന്നും ഇല്ലല്ലോ, കാർത്തിക മോൾക്കല്ലേ ഭീഷണി, കാർത്തിക മോളെ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറയാണ്. ബൈജു പറയണ്ട, അത് ശരിയാവില്ല ലക്ഷ്മി അമ്മയും കൂടി വരണമെന്ന് പറയാണ്. അത് പറ്റില്ല, ഞാനിവിടെ നിൽക്കാം, കാർത്തിക മോൾ നിങ്ങൾ കൊണ്ടുപോണതേ അവൻ അറിഞ്ഞു കാണില്ല. അവൻ എങ്ങാനും എന്നെ അന്വേഷിച്ചോടെ വരുവാണെങ്കിൽ, കാർത്തിക മോൾ അന്വേഷിച്ചോടെ വരുവാണെങ്കിൽ അവനെ ഞാൻ കൊല വിളിക്കും എന്ന് പറയാണ്. ലക്ഷ്മി അമ്മ വെറുതെ ഇപ്പൊ റിസ്ക് എടുക്കേണ്ട, വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ ലക്ഷ്മി അമ്മ പോകുന്നു കേട്ടോ. അങ്ങനെ കിരണും ബൈജും കൂടി കാർത്തികനെ നിർബന്ധിച്ച് അവിടുന്ന് കിരണിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ശേഷം വാതിലിൽ മുട്ടുമ്പോഴേക്കും കല്യാണി വാതിൽ തുറക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. കാർത്തികേനെ മുമ്പിൽ കാണണേ. കാർത്തിക ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാട്ടോ. അപ്പൊ കിരണിനോട് പറയണ്ടേ, കിരണേ ദേ ഇന്ന് ഞാനും കല്യാണി ഒരുമിച്ചാട്ടോ കിടക്കണത്, അതിനെന്താ നിങ്ങൾ ചേച്ചിനെത്തില്ലേ, ഒരുമിച്ചനെ കിടന്നു. എനിക്കും ബൈജുക്കൊക്കെ ഇന്ന് അതാണ് നൈറ്റ് ഡ്യൂട്ടിയാണ്. നൈറ്റ് ഡ്യൂട്ടിയോ? അതെ, ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ കൊലയാളി എപ്പ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും വരാലോ. അപ്പൊ അയാൾ അന്വേഷിച്ചുള്ള ഒരു നൈറ്റ് ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പുറത്തൊന്നും പോകണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ഒന്നും കൊണ്ട് പേടിക്കേണ്ട എന്നൊക്കെ കിരൺ പറയും. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താണ് പ്രകാശൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതാര്? കാർത്തിക മോളുടെ സൗണ്ട് കേട്ടപ്പോഴേക്കാ ഞാൻ വന്നത്. മോൾ എത്തിയോ? അതെ അച്ഛാ, ഒന്നും പറയണ്ട, ആർക്കും ഒരു സമാധാനമില്ല, എന്റെ തലക്കല്ലേ അവൻ വിലയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ സേഫ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുക. അതെന്തായാലും നന്നായി മോളെ, മോൾ ഇവിടെ ഉണ്ടാവണം എന്തായാലും, അതെല്ലാവർക്കും ഒരു സമാധാനമാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണിയും കാർത്തിയും കൂടി ഒരുമിച്ചാണ്ട് കിടന്നുറങ്ങണം. അവ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാണ്. കല്യാണി പറയുന്നുണ്ട്, എന്തൊക്കെ പറയാൻ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കാർത്തിക ചേച്ചിയായിട്ട് ഒരുമിച്ച് കുറെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കിടന്നുറങ്ങണോന്ന്. ഇത് നമുക്ക് ഉറങ്ങണ്ട ചേച്ചി, സംസാരിച്ചുകൊണ്ടേ ഇരിക്കാം എന്ന് പറയാണ്. അങ്ങനെ ഒരു സംസാരിച്ചുകൊണ്ടേ ഇരിക്കാട്ടോ. അപ്പൊ പ്രകാശന് സന്തോഷാവാണ്. പ്രകാശൻ ദീപെടുത്ത് പറയുന്നുണ്ട്, ദീപേ ദേ എന്റെ കാർത്തിക മോളും കൂടി വന്നിട്ടോ, ദീപേ നമ്മുടെ മോളും കൂടി ഒരു മോളും കൂടി വന്നോ, അവൾക്ക് എന്താച്ചാ കഴിക്കാൻ എടുക്കുന്ന പറയുമ്പോ, അയ്യോ എനിക്കൊന്നും വേണ്ട അച്ഛാ, ഞാൻ വയറ് നിറച്ചാ വന്നേക്കണത്, ഇപ്പൊ തന്നെ വെയിറ്റ് കൂടുവാണെന്ന് ദിലിയേട്ടൻ പറയാണ്. മാത്രല്ല വെയിറ്റ് കൂടി വരുന്ന അമ്മയും കംപ്ലൈന്റ് പറയാണ്. ആകെ എപ്പോഴും ഭക്ഷണം തന്നെയാണ്, എന്തായാലും ഇനി ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ കുറച്ച് ഡയറ്റൊക്കെ ആണ് കേട്ടോ എന്ന് പറയണം. എന്നാലും സ്നേഹത്തോടെ തരുമല്ലേ മോള്, ഒരു ഗ്ലാസ് ചായ എങ്കിലും കുടിക്കുക. ശരി ആയിക്കോട്ടെ, അച്ഛനും കുടിക്കണം എന്ന് പറയണം. അങ്ങനെ അച്ഛനും മക്കളൊക്കെ കൂടി സന്തോഷത്തോടെ അവിടെ ഇരിക്കാട്ടോ. അതേസമയം ഗംഗപ്രസാദ് കാർത്തിക അടുത്ത് പറയുന്നുണ്ട്, കാർത്തികെ എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് പറയാണ്. എന്താ ഐഡിയ എന്ന് ചോദിക്കുമ്പോ, അല്ല നമ്മൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങാതെ കാറിനോ ബൈക്കിനോ നടന്നു പോയാൽ പോലും പോലീസുകാർ പിടിക്കും അല്ലെ? തീർച്ചയായിട്ടും പിടിക്കും. എല്ലാ മുക്കിലും മൂലയിലൊക്കെ പോലീസുകാരാ. അവര് അറിയാത്തൊരു വേഷത്തിലും ഭാവത്തിലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിലും അവരൊട്ടും വിചാരിക്കാത്ത വണ്ടിയിലാണ് നമ്മൾ പോണെങ്കിലും നീ എന്തൊക്കെയാണ് പറയണത്? അവര് പ്രതീക്ഷിക്കാത്ത വണ്ടിയിലോ? അതെന്ത് വണ്ടിയാന്ന് ചോദിക്കുമ്പോൾ, എടി ആംബുലൻസ്. ആംബുലൻസോ? അതേടി
ആംബുലൻസിൽ ഇവിടുന്ന് പോകുവാണെങ്കിൽ ആരും സംശയിക്കില്ല. അത് ഭയങ്കര സ്പീഡിൽ പോകൊണ്ട് പോലീസുകാർക്ക് ചെക്കിങ്ങും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ആംബുലൻസ് തന്നെ ആണ് നല്ലത്. നീ എത്രയും പെട്ടെന്ന് ഒരു ആംബുലൻസ് തയ്യാറാക്കി തരണം. അയാളോട് വിളിച്ചിട്ട് അയാൾ ഇടിച്ചിട്ട് നമുക്ക് ആംബുലൻസ് കൊണ്ട് പോകാം എന്ന് പറയാണ്. അത് നല്ലൊരു ഐഡിയടാ എന്ന് സ്റ്റെഫിയും പറയാ. സ്റ്റെഫി അപ്പൊ തന്നെ ഫോൺ ചെയ്യാട്ടോ. ശേഷം ഒരു ആംബുലൻസ് ഡ്രൈവറെ വിളിക്കുന്നുണ്ട്. ഹലോ, എത്രയും പെട്ടെന്ന് ആംബുലൻസ് ഇവിടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കാണ്. പാവം ആ ആംബുലൻസ് ഡ്രൈവർ എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ചാടി കയറി ആംബുലൻസ് എടുത്തിട്ട് ഇവരുടെ സ്ഥലത്തേക്ക് വരും കേട്ടോ. അവിടെ എത്തുന്നതേ നമ്മുടെ സ്റ്റെഫി അകത്തേക്കാണ് വിളിക്കേണ്ടത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സഹായം കൂടി എനിക്ക് വേണം. എന്റെ ചേട്ടൻ ബോധം കെട്ട് വീണു, നിങ്ങളും കൂടി എന്നെ പിടിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി ആംബുലൻസ് ഡ്രൈവറെ അകത്തേക്ക് നൈസായിട്ട് വിളിക്കുകയാണ്. അയാൾ അകത്തേക്ക് വരുമ്പോഴേക്കും ഗംഗപ്രസാദ് ഇങ്ങനെ കിടക്കുന്ന പോലെ കാണുന്നുണ്ട്. അയാളെ പിടിച്ചെഴുന്നേപ്പിക്കാൻ പോകുമ്പോഴേക്ക് അയാളെ തലക്കിട്ടടിക്കാണ് സ്റ്റെഫി. ശേഷം അയാൾ അവിടെ കിടത്തിയതിനു ശേഷം അയാൾ ഡ്രസ്സ് ഊരിയിട്ട് ഗംഗപ്രസാദ് അത് ഇടാണ്. ശേഷം മാസ്കും വെച്ച് തലയിൽ തൊപ്പിയും വെച്ചതിന് ശേഷം സ്റ്റെഫിനെയും കൂട്ടിക്കൊണ്ട് ആംബുലൻസിൽ പറക്കാട്ടോ. അപ്പോ സിഗ്നലിലും അതുപോലെ തന്നെ ഒരു റോഡിൽ സൈഡിലൊക്കെ പോലീസുകാരുണ്ട്. അപ്പൊ ആംബുലൻസ് ഒക്കെ കാണുമ്പോൾ ആംബുലൻസ് വേഗം സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോൾ പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണം. അങ്ങനെ ആംബുലൻസിൽ ഇപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെ പോയി ഗംഗപ്രസാദ് പറഞ്ഞിട്ട് എന്തായാലും ഇന്ന് രാത്രി തന്നെ കാർത്തികേനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ പോണത് കാർത്തികയുടെ വീട്ടിലേക്കാട്ടോ. അവിടെ ലക്ഷ്മി അമ്മയാണ് ഉള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. നേരെ പോണത് അവിടേക്കാണ്. അവിടെ എന്തായാലും ലക്ഷ്മി അമ്മ മാത്രമല്ല. ലക്ഷ്മി അമ്മ എന്തായാലും നമ്മുടെ ഗംഗപ്രസാദിനെ കൊല്ലോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസം കാണാൻ പോണത്. പക്ഷെ അത് മാത്രമല്ല, പ്രൊമോയില് വേറൊരു ഭാഗം കൂടി കാണിച്ചു. കല്യാണിയും കാർത്തിക അങ്ങനെ സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ച് കെട്ടിപ്പിടിച്ചിരുന്ന് ഇങ്ങനെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അറിയാതെ അവരുടെ കണ്ണുകൾ അടഞ്ഞ് നല്ല ഉറക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കാട്ടോ. ആരോ മതിൽ ചാടി വരുന്ന ശബ്ദം. ആ ശബ്ദം കേൾക്കുന്നത് കാർത്തികയും കല്യാണിയും പ്രകാശനും ദീപയൊക്കെ ആകെ നെട്ടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഗംഗപ്രസാദിന് ലക്ഷ്മിയമ്മ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ലക്ഷ്മിയമ്മനെ എന്തൊരു ഉപദ്രവിച്ചിട്ടാണോ ഇങ്ങോട്ട് വന്നേന്ന് അറിയില്ല. എന്തായാലും ഇവിടെ വരുന്ന ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പ്രകാശനുള്ളിടത്തോളം കാലം കാർത്തികേനെ കല്യാണിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രകാശൻ പറയുന്നുണ്ട്, എന്റെ ശവത്തിൽ കാല് കുത്തിയിട്ട് മാത്രമേ എന്റെ മക്കൾ അവൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഭാഗം തന്നെയാണ് ഇനി വരാൻ പോണത്. അതിന് പുറമെ നമ്മുടെ മനോഹർ ആണെന്നുണ്ടെങ്കിൽ ഈ ഗംഗപ്രസാദ് ഇങ്ങനെ ജയിലിൽ ചാടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനോഹറിന് ഒരു സമാധാനം ഇല്ല കേട്ടോ. ഈശ്വര, കിരണിനെയും കരണിക്കും അവരുടെ കുടുംബത്തിന് ഒരു ആപത്തും വരുത്തല്ലേ. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നീ എന്നെ മുകളിലേക്ക് എടുത്തോ, പക്ഷെ പാവപ്പെട്ട അവരൊന്നും ചെയ്യല്ലേ. മറ്റുള്ളവർക്ക് നന്മ മാത്രം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അവര്. എത്ര ദുഷ്ടന്മാരുടെ മനസ്സ് പോലും കീഴടക്കുന്ന ആളുകളാണ് അവര്. അപ്പൊ അവരൊന്നും ചെയ്യുന്നത് നമ്മുടെ മനോഹർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രാഹുലും വിക്രമാണെന്നുണ്ടെങ്കിലോ ഇന്ന് രാത്രി കാർത്തികയുടെ കഥ കഴിച്ചാൽ മതിയെന്നു. അവൾ മരിക്കുകയാണെങ്കിൽ രാഹുൽ പണ്ടിടക്ക് വിക്രമെ പെങ്ങള് മരിച്ചു എന്ന രീതിയിൽ ചിലപ്പോ നിന്നെ ഡെഡ് ബോഡി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവായിരിക്കും. അങ്കിളെ അങ്ങനെ പോവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോവും. ചത്തൊടുങ്ങി കിടക്കുന്ന അവളെ എനിക്കങ്ങനെ കണ്ടു രസിക്കണം അങ്കിള് എന്ന് വിക്രം പറയാണ്. അങ്ങനെ അവർ ആ രീതിയിൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.